അങ്ങനെ ദേ ഞാനും എൻ്റെ പരിവാരങ്ങളുമായിട്ട് ഇതാ ഇവിടെ ഇരിക്കുന്നു. നമ്മൾ പെട്ടി തുറക്കൽ എന്ന് പറയുന്ന പോലെ പെട്ടി പാക്ക് ചെയ്യൽ പരിപാടിയിലാണ്. കഴിഞ്ഞ വ്ളോഗ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, നമ്മുടെ ഒരു ട്രിപ്പ് പോവാണെന്ന് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെയാണ് എന്താണ് എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് നമ്മൾ പോകുന്ന ദിവസം. ഇന്ന് രാത്രി നമ്മൾ ഇവിടുന്ന് ലേറ്റ് നൈറ്റ് ഫ്ലൈറ്റ് ആയിരുന്നു. നാളെ രാവിലെ 4 മണിക്കാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 12 മണിക്കെങ്കിലും ഇറങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പോവാണ്. ഇന്ന് നമ്മൾ പാക്ക് ചെയ്യാനും പോവാണ്. സോ പാക്കിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇതേ കുറേ ഇതുവരെ വാങ്ങിച്ച ഡ്രസ്സുകളും എല്ലാ ഷോപ്പിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ ഞാൻ നിരത്തി ഇവിടെ തന്നെ ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ സൗകര്യമാണല്ലോ എന്ന് വിചാരിച്ചു. നമ്മൾ എങ്ങോട്ടാണ് പോണത് എന്നൊക്കെ പറയാം അല്ലേ. എങ്ങോട്ടാണ് നമ്മളൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പ്ലാൻ ചെയ്തു. വളരെ പെട്ടെന്നായിരുന്നു കേട്ടോ. എല്ലാതും ഒരു മാസത്തിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള പോലാണ്. നമ്മൾ പോണത് ഇപ്രാവശ്യം തായ്ലൻഡിലേക്കാണ്. ഞാനും രമേശേട്ടനും മിത്തുക്കുട്ടിയും കൂടെ ഒരു തായ്ലൻഡ് ട്രിപ്പ് അല്ലേ മിത്തോസ്. മിത്തുവിൻ്റെ എക്സാം ഇന്ന് കഴിഞ്ഞു. എക്സാം കഴിഞ്ഞിട്ട് മിത്തു അവിടെ ഇരുന്ന് ടി വി കാണണം. മിത്തു പറഞ്ഞ അമ്മ 1 മാസമായി ഞാൻ ടി വി കണ്ടിട്ട് ഇന്ന് എന്നോടൊന്നും പറയരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് ടി വി കണ്ട് തീർക്കുകയാണ്. 8 days തായ്ലൻഡ് ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. 8 daysൽ നമ്മൾ എല്ലാ തായ്ലൻഡിലെ മെയിൻ സ്ഥലങ്ങളും മാക്സിമം നമ്മൾ കവർ ചെയ്തിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ രമേശേട്ടനോട് വിളിച്ചിട്ട് നമുക്ക് രമേശേട്ടൻ ചോദിക്കാം. ഇപ്പം ഞാൻ മെയിൻ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് പാക്കിംഗ് ആണ്. മിത്തുക്കുട്ടിക്ക് സ്റ്റുഡിയോന്ന് വാങ്ങിച്ച ഡ്രസ്സുകളും ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ച ഡ്രസ്സുകളും. അപ്പോൾ തായ്ലൻഡ് ആയതുകൊണ്ട് തന്നെ ബീച്ച് ഡ്രസ്സായിരിക്കും കൂടുതൽ വേണ്ടി വരിക. തായ്ലൻഡിൽ നല്ല ഷോപ്പിംഗ് പ്ലേസ് ഉണ്ട്. പക്ഷെ നമ്മൾ പോയ നെക്സ്റ്റ് ഡേ ഒക്കെ ആകുമ്പോൾ തന്നെ 2-3 ദിവസം ബീച്ചൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ 1-2 ബീച്ച് ഡ്രസ്സ് ഇവിടുന്ന് ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടാണ് പോണത്. കാരണം നമുക്ക് ഡ്രസ്സ് മാത്രം പോരല്ലോ. നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന 2 മുടി കേട്ടോ. ഇപ്പം ഈ ഒരു മുടിയുമായി നന്നായി മാച്ച് ആവുന്ന കാരണം ഇങ്ങനെ എടുത്ത് വയ്ക്കാണ്. ഇങ്ങനെ ചുമ്മാ അവിടെ ചെന്നാൽ വേറെ പണിയൊന്നുമില്ലല്ലോ. സമയം ഉണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെ പറയരുത്. രാവിലെ 7 മണിക്കല്ലേ, 7 മണി 8 മണിക്കൊക്കെ നമുക്ക് ഇറങ്ങേണ്ടി. പിന്നെ രമേശന്റെ കൂടെ പോയാൽ അതൊക്കെ പിന്നെ വഴിയെ പറയാം. രമേശന്റെ കൂടെ ഉള്ള ട്രിപ്പ് പോക്ക് നിങ്ങൾക്ക് അറിയാക്കിട്ടാണ്. പട്ടിണി കിടത്തി നടത്തിക്കുന്ന അറിയില്ലേ. അല്ല പട്ടിണി എന്നാലും അങ്ങനെയൊക്കെ തന്നെയാണ്. അല്ല പട്ടിണി അല്ല, അത് തെറ്റിദ്ധരിക്കും ആളുകള്. അതായത് ടൈം 6 മണില്ല, രാവിലെ 6 മണി മുതൽ രാത്രി. നമ്മളൊരു ഇൻസ്റ്റയിലൊക്കെ റീൽസ് കാണില്ലേ, അതായത് റിലാക്സ് ചെയ്യാനാണ് നമ്മൾ ട്രിപ്പ് വന്നത്. അങ്ങനെയല്ല. ആ തായ്ലൻഡിൽ ഇനി ഒരു മുക്കും മൂലയും ആ തായ്ലൻഡിലുള്ളവർ പോലും കണ്ടിട്ടുണ്ടാവില്ല. അത്രയും സ്ഥലങ്ങൾ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യും. പിന്നെ ഭക്ഷണമൊക്കെ കണക്കാണ്. രാവിലെ വയറ് നിറച്ച് കഴിച്ചോളണം എന്നാണ്. കാരണം പിന്നെ ആ ഇടനേരത്തൊക്കെ കഴിക്കാനായി ഹോട്ടലൊന്നും പോലും ആ സ്ഥലം മുഴുവൻ ഇരുന്ന് കണ്ടിട്ടാണ് അടുത്ത സ്ഥലം. അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ വേറെ ഉണ്ട്. എന്നാലും നല്ല രസമാണ്. അപ്പൊ ഫുൾ സെറ്റപ്പ് ആയിട്ട് വേണം പോവാൻ. അപ്പൊ ഇങ്ങനത്തെ ഒരാളുടെ ഭാര്യ ആവുമ്പോഴേ നിങ്ങൾക്ക് ആ ഒരു സെറ്റപ്പുകളൊക്കെ അറേഞ്ച് ചെയ്ത് ഞാൻ 16 വർഷം കൊണ്ട് എക്സ്പേർട്ടായി. എന്തൊക്കെ അറേഞ്ച് ചെയ്യണം, എല്ലാ സാധനങ്ങളും എന്റെ കയ്യിലുണ്ടാവും. എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഒക്കെ നിങ്ങൾ ഉത്തരവാദിയാണ് മനുഷ്യർ. എനിക്ക് മടുത്ത് കാണട്ടെ സിംഗപ്പൂരാണ്. എനിക്ക് അത്രയും സ്ഥലം കാണാൻ എനിക്ക് അത്രയും താല്പര്യം. അത് കുറച്ച് കണ്ടു കഴിഞ്ഞാൽ റിലാക്സ് ചെയ്യണം, ഭക്ഷണം കഴിക്കണം. അതാണ് എൻ്റെ ഒരു ലക്ഷ്യം. പക്ഷെ അതുകൊണ്ട് എല്ലാ സ്ഥലവും കണ്ടു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ ആ ഒരു ചെറിയ സ്ഥലം കാണാൻ ഇനി അതുവരെ പൈസ കൊടുത്ത് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതൊരു രസമാണ്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു വന്നത്, ഇപ്പോൾ മെയിനായിട്ട് എല്ലാ സാധനങ്ങളും എടുത്ത് മെയിൻ സാധനങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. വൈപ്സ്, പിന്നെ കുറച്ച് കമ്മല് സാധനങ്ങൾ. മേക്കപ്പായിട്ട് ഞാൻ ഒന്നും എടുക്കുന്നില്ല. ഒരു കൺസീലറും കളർ കറക്റ്ററും മാത്രം ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. ഒരു പൗഡറും. പിന്നെ ഭയങ്കര ചൂട്, സമ്മർ ടൈമാണ്. പിന്നെ അറിയാലോ അവിടെയൊക്കെ ബീച്ച് സൈഡാണ്, വെയിലാണ്. എന്തെടുത്ത് വെച്ചില്ലെങ്കിലും സൺസ്ക്രീൻ മസ്റ്റ് ആണെന്ന് എല്ലാവരും പറയും. എല്ലാവരും പറയേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ അറിയാം. അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴേക്കും സൺ ടാനോ എന്തൊക്കെയോ അടിക്കാന്നറിയില്ല. അപ്പം അതുകൊണ്ട് സൺസ്ക്രീനിന് ഒരു കുറവുമില്ല. ഇഷ്ടം പോലെ സൺസ്ക്രീൻ എടുത്ത് വെക്കുന്നത് 3 പേർക്കും 3 എണ്ണം എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഡെർമാക്കോണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറ്. അപ്പൊ എനിക്ക് പറ്റിയത് ഞാൻ യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് 1% ഹൈലൂറോണിക് സൺസ്ക്രീൻ ഹൈഡ്രേറ്റിംഗ് ജെല്ലാണ്. SPF 50++ ഉള്ളതാണ് കേട്ടോ. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ അവര് 2 പേർക്കും കൂടിയിട്ടുള്ളത് 1% ഹൈലൂറോണിക് സൺസ്ക്രീൻ ഓയിൽ ഫ്രീ ജെല്ലും ഉണ്ട്. അതേപോലെ തന്നെ 1% ഹൈലൂറോണിക് സൺസ്ക്രീൻ എക്വ ജെല്ലും ഉണ്ട്. അപ്പൊ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 1% ഹൈലൂറോണിക് സൺസ്ക്രീൻ ഹൈഡ്രേറ്റിംഗ് ജെല്ലാണ്. ഇത് ഡ്രൈ സ്കിന്നാണ് വിത്ത് SPF 50 ആൻഡ് PA4+ ആണ്. അതുപോലെ 1% ഹൈലൂറോണിക് ആസിഡും സെറമൈഡ് കോംപ്ലക്സും അത് ഇൻറ്റൻസ് ബാരിയർ പ്രൊവൈഡ് ചെയ്യുന്നു. സേഫ് ആൻഡ് എഫക്റ്റീവ് ആണ്. ഡെർമറ്റോളജിസ്റ്റ് ഡിസൈൻ ചെയ്തതാണ്. ഫേസ് ടെസ്റ്റ് ആണ് കേട്ടോ ചെയ്യുന്നത്. ഹാഫ് ഭാഗം ഞാൻ ഡെർമാക്കോൻ്റെ പ്രൊഡക്റ്റും മറ്റേത് നോർമൽ പ്രൊഡക്റ്റും ഉണ്ട്. നോർമൽ പ്രൊഡക്റ്റ് വെച്ചതിൽ ഭയങ്കര സ്റ്റിക്കിയാണ്. ഡെർമാക്കോൻ്റെ സൺസ്ക്രീൻ എന്ന് പറയുന്നത് നോൺ സ്റ്റിക്കിയാണ്, സൂപ്പർ ലൈറ്റ് വെയിറ്റ് ആണ്, ക്വിക്ക് ആയിട്ട് അബ്സോർബ് ചെയ്യും. പിന്നെ വൈറ്റ് കാസ്റ്റും സംഭവങ്ങളും ഒന്നും ഇല്ല. അപ്പോൾ നമ്മുടെ ഡെർമാക്കോൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വപ്ന 2025 എന്ന് പറയുന്ന കൂപ്പൺ
കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% വരെ ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവരുടെ വെബ്സൈറ്റിൽ. അത് മാത്രമല്ല ഇത് ഡെർമാക്കോൻ്റെ പ്രോഡക്ട്സ് എല്ലാം ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഇത് ആമസോണിലും നൈക്കയിലും പേർപ്പിളിലും ഫ്ലിപ്കാർട്ടിലും എല്ലാത്തിലും അവൈലബിൾ ആണ്. പോരാത്തതിന് ഇത് ഡെർമാക്കോ 20,000 സ്റ്റുഡൻസിനെ വരെ എംപവർ ചെയ്യുന്നുണ്ട് എഡ്യൂക്കേഷനിലൂടെ. അതുമാത്രമല്ല നമ്മൾ ഓരോ പ്രാവശ്യം ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ഇതിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനും ഓരോ ചൈൽഡിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, അലോങ് വിത്ത് ഭൂമി ഫൗണ്ടേഷൻ. ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ നമ്മുടെ ട്രാവൽ കിറ്റിലുള്ള ഒരു സെറ്റാണ് ഇത്. നമ്മൾക്ക് മേക്കപ്പ് ബാഗ് ഇല്ലെങ്കിലും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പിന്നെ അത്യാവശ്യമായിട്ട് നമുക്ക് കൊണ്ടുപോകേണ്ടത് വൈപ്സ് ആണ്. ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ കരുതുന്ന സാധനമാണ് വൈപ്സ്. ഇത് ഞാൻ DIY എന്ന് വാങ്ങിച്ച ഒരു മേക്കപ്പ് റിമൂവർ വൈപ്സ് ആണ്. ഇത് റിഫ്രഷിങ് വൈപ്സ്. ഇതെൻ്റെ ഹാൻഡ് ബാഗിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ കാരണം ചൂട് സ്ഥലത്തേക്കല്ലേ നമ്മൾ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതൊന്നും ഇല്ലാത്തൊരു പരിപാടി പറ്റില്ല. പിന്നെ ഒരു ചെറിയ ടിഷ്യൂ അതൊന്നും എടുത്ത് വെക്കട്ടെ. ഈ ഒരു ഇങ്ങനെ ഒരു ഫുള്ള് ടിഷ്യൂവിൻ്റെ ഇത് മൊത്തം ടിഷ്യൂ കേട്ടോ. ഇങ്ങനെ ഓരോ കുട്ടി കുട്ടി ടിഷ്യൂകൾ. ഇത് നല്ലതാട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഇതില് ബാക്കിയൊക്കെ എവിടെ ആരെങ്കിലും തിന്നുണ്ടോന്ന് ഞാൻ എടുത്തിട്ടേലേ. ഇതാണോ നിങ്ങളുടെ സ്നാക്സ്? അപ്പൊ ഇത് ഞാൻ ഒന്ന് രംഷേട്ടന്റെ ബാഗിലും ഒന്ന് മിത്തുവിന്റെ ബാഗിലും ഒന്ന് എന്റെ ബാഗിലും ഇടാനാണ് പരിപാടി. അപ്പൊ പിന്നെ ഓരോരുത്തർക്ക് അവരവരെ ടിഷ്യൂ വൈപ്സും രംഷേട്ടൻ കുറേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ അങ്ങനെ വെറുതെ ഉപയോഗിക്കുന്നില്ല. വൈപ്സ് ഒക്കെ വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളല്ലേ. അപ്പൊ അങ്ങനത്തെ കുറെ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കണ്ണടയാണ്, വാസ്ലിൻ. ഞാനത് വെറുതെ എടുത്ത് വെക്കുമ്പോൾ കാരണം എന്താ പറയുക, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങളുടെയൊക്കെ ചുണ്ട് പറയുമ്പോൾ ഡിസംബർ ആ ഒരു ഡ്രൈ സീസണോടല്ലേ ചുണ്ട് ഇങ്ങനെ പൊട്ടുമായിരുന്നു. അപ്പം അവിടെ ചെന്നാലും ഇനിയിപ്പോൾ ബീച്ചിലൊക്കെ ഇറങ്ങുമ്പോൾ ആയാലോ വിചാരിച്ചിട്ട് കുറേ പലതരത്തിലുള്ള ലിപ് ബാം. പോക്കറ്റേ പൊട്ടുള്ളൂ. അയ്യ തമാശ. പോക്കറ്റ് പൊട്ടും. മാംഗോ സ്റ്റിക്കി റൈസ് വെക്കണൊക്കെ ഞാൻ ഇപ്പോഴെങ്കിലും എനിക്ക് ഫുഡിൻ്റെ ഇത് ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ പക്ഷേ ബാട്ട് എത്ര പോകുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാസ്ലിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ലിപ് ബാമുകളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അവസാനം വാസ്ലിൻ തന്നെ ശരണം. 5 രൂപയുടെ വാസ്ലിൻ, അതിവിടെ താഴെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഇത് ഒരു കമ്മലൊക്കെ ഇട്ട് വെക്കാനുള്ള ബോക്സ്. അത് ഞാൻ മുന്നേ ഒരു കമ്മൽ വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതായിരുന്നു. അപ്പോൾ ഈ ബോക്സിലാണ് ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ കമ്മൽ കൊണ്ടുപോകുക. ഇതിൽ പിന്നെ അത്ര അങ്ങനത്തെ കമ്മലൊന്നും നമുക്ക് കൊണ്ടുപോകണ്ട. ഒരു 3-4 കുട്ടി കമ്മലും ഒരു ചെറിയൊരു പെൻഡൻറ്റ് ആ മാല തന്നെ ഞാൻ ഇടും. അപ്പം അതുകൊണ്ട് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമുക്ക് എടുത്തു വെക്കാൻ. വേറെ എന്താ കൊണ്ടുപോകുന്ന ഒരൊറ്റ സാധനം, ഒന്ന് ലിപ്സ്റ്റിക്ക്, അത് ഞാൻ മറക്കാതെ. പിന്നെ ഈ സൺസ്ക്രീൻ അത് മറക്കാതെ. പിന്നെ ഞാൻ പെർഫ്യൂം ഇല്ലാത്തൊരു പരിപാടിയില്ല. രാവിലെ ആയാലും രാത്രിയിൽ പെർഫ്യൂം എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. അപ്പം അതുകൊണ്ട് ഏത് പെർഫ്യൂം, ഏതെങ്കിലും ഒരു പെർഫ്യൂം നമുക്ക് ചെറുതല്ലേ അല്ലേ, നമുക്ക് ഇതിലിടണമെങ്കിൽ ചെറിയ പെർഫ്യൂം അല്ലേ എടുക്കാൻ പറ്റുള്ളൂ. ഹാൻഡ് ബാഗിൽ ഇടാൻ വലിയ പെർഫ്യൂമോ പറ്റില്ലല്ലോ. എനിക്ക് ഹാൻഡ് ബാഗിൽ പെർഫ്യൂം വേണം, കാരണം ഇടയ്ക്കിടയ്ക്ക് പെർഫ്യൂം അടിക്കുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് അങ്ങനത്തെ പറ്റില്ല. പക്ഷെ ഞാൻ ആക്ച്വലി ആമസോണിൽ ഏതിലോ കണ്ടിട്ടുണ്ടായിരുന്നു പെർഫ്യൂം നിറയ്ക്കുന്ന കുട്ടി കുപ്പി. ഈ ഒരു വലുപ്പം തന്നെ. പക്ഷെ നമുക്ക് ഇത് ഓൾറെഡി ഉള്ള പെർഫ്യൂം അല്ലേ, ഇഷ്ടമുള്ള പെർഫ്യൂം നിറയ്ക്കാനുള്ള അങ്ങനത്തെ ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു. അത് കാർട്ടിലിട്ട് വെച്ച് ഓർഡർ ചെയ്യാൻ മറന്നു. ഇന്ന് ഞാൻ നോക്കുമ്പോഴാണ് അയ്യടാ അത് ഞാൻ ഓർഡർ ചെയ്തില്ലല്ലോ എന്ന് ആലോചിക്കുന്നത്. അപ്പം എന്താ വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട പെർഫ്യൂമിൻ്റെ ഫ്രാഗ്രൻസുകളൊക്കെ ഇതിൽ നിറയ്ക്കായിരുന്നു. ഇതിപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. കുഴപ്പമില്ല, എന്തെങ്കിലും ആവട്ടെ. എംഷേട്ടന് ഇതൊന്നും വേണ്ടേ? ഇതൊന്നും എടുക്കില്ലേ പെർഫ്യൂം അടിക്കുന്നതിൻ്റെ കൂടെ വരണ്ട. നീ കുറച്ച് നീ അടിക്കുമ്പോ ഞാൻ കൈയോക്കി തരാം. അകത്തല്ലേ നമ്മുടെ അവിടെ ഉണ്ടാവാറ്. ഒരാൾ അടിക്കുമ്പോൾ അടുത്ത് വന്ന് നിൽക്കും. പക്ഷെ ഞാൻ അടിച്ചു കൊടുക്കട്ടെ. അങ്ങനെ എന്താണ് ഒരു വിധം ഇങ്ങനെ ആക്കി നമ്മൾ സെറ്റാക്കി വെച്ചു എല്ലാതും. ഇനി അതെടുത്തിട്ട് അങ്ങോട്ട് പാക്ക് ചെയ്യാൻ വേണ്ടോ. സിമ്പിൾ പരിപാടികൾ. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മുടെ ഡ്രസ്സിനേക്കാളും അണ്ടർ ഗാർമെന്റ്സും സംഭവങ്ങളൊക്കെയാണ്. അതാണ് മെയിനായിട്ട് നമുക്ക് എടുത്തു വെക്കേണ്ടത്. പിന്നെ പിന്നത്തെ ടെൻഷൻ എന്ന് പറയുന്നത് പൈപ്പ് അടച്ചില്ലേ, ഗ്യാസ് അടച്ചില്ലേ, അയൺ ബോക്സ് ശരിക്കും വെച്ചില്ലേ, ഇതൊക്കെയാണ് കൂടുതൽ ട്രാവലിങ്ങിനേക്കാളും ടെൻഷൻ. ഇതൊക്കെ ചെയ്തില്ലേ ഉച്ച മുതൽ നോക്കിയാലാണ് രാത്രി പുറത്ത് പോകുമ്പോഴേക്കും എനിക്കൊരു സമാധാനം വരുള്ളൂ. അപ്പൊ അത് നോക്കിക്കൊണ്ടിരിക്കണം 10 പ്രാവശ്യം ഇട്ടിട്ടോ. ഫിഫി ഐലൻഡ് കാണാൻ നല്ല ഭംഗിയാണ്. അതെ, നീ തീരുമാനിച്ച അങ്ങനെയൊന്നുമില്ല. ആ ബ്ലാക്ക് നരച്ചിപ്പാളി ആയിരിക്കണം. പക്ഷെ ഞാൻ പറയുന്നത് ഇത് ചുമ്മാ എടുത്തു വെച്ചതാണ്. നല്ല ശ്രദ്ധയില്ല. സൂഡിയോന്ന് എടുത്ത കേട്ടോ മിത്തുക്കുട്ടിയുടെ. നല്ല രസമുണ്ട്. എനിക്കൊന്നും എടുക്കണം എന്ന് തോന്നി. പിന്നെ ഞാൻ വെച്ച് വേണ്ട. നമ്മൾ ഇപ്രാവശ്യം ഒരു ട്രാവലിംഗ് സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ. അത് ശരിക്കും പറഞ്ഞാൽ ഒരാൾക്കാണ് മെയിനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ കുറേ ടീഷർട്ട്സ് പോലെയൊക്കെ ആണെങ്കിലാണ് സംഭവം നല്ല ഹെൽപ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു 7 എണ്ണത്തിൻ്റെ ഈ ഒരു സെറ്റാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. തകൃതിയായ പാക്കിംഗ് ആണ്. എന്താണ് മിത്ത്?
മിത്തുവിന്റെ ഡ്രസ്സുകളൊക്കെ മിത്തു തന്നെയാണ് എടുത്തു വെക്കണെന്ന് പറഞ്ഞിട്ട് ഇപ്രാവശ്യം എടുത്തു വെക്കലാണ്. രംഷേട്ടൻ എന്തായി? രംഷേട്ടൻ ആ ട്രാവൽ സംഭവം ഭയങ്കര യൂസ്ഫുൾ ആയി തോന്നുന്നു അല്ലേ? അതായത് നമ്മള് മറ്റേല് വെക്കിനേക്കാളും കൂടുതൽ ഒന്നും കൂടി ടൈറ്റ് ആയിട്ട് പിന്നെ അയൺ ചെയ്ത ഷർട്ടും പാന്റൊക്കെ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ട് നല്ല വിചാരിക്കുന്നുണ്ട്. അങ്ങനെയാണ് തോന്നുന്നത്. അല്ല അങ്ങനെയാണ് പറയണത്. അവസാനം വെയിറ്റ് കൂടി എല്ലാം തിരിച്ചയക്കണം. അതാണ് വെയിറ്റ് ഒരു പ്രശ്നമാണ്. അല്ല നമുക്ക് ഷോപ്പിംഗ് ചെയ്യണ്ട അവിടുന്ന് തിരിച്ചു വരുമ്പോ. അത് എത്ര ഷോപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എയർപോർട്ടിൽ ചെന്നിട്ട് അവരതിൽ വെക്കുമ്പോ അറിയാം. എനിക്ക് സത്യം എനിക്ക് നല്ല സംശയമുണ്ട്. കാരണം ഫുള്ളായി പോകുമ്പോ തന്നെ പക്ഷെ കൊണ്ടുപോകാതിരിക്കും ഒരു നിവൃത്തിയില്ല അല്ലെ. കാരണം അവര് നമ്മൾ ഓൾറെഡി 3 ബീച്ചിൽ നമ്മൾ പോകുന്നുണ്ട്. അപ്പൊ ആ 3 ബീച്ചിൽ പോകുമ്പോഴും എക്സ്ട്രാ 3 ഡ്രസ്സും കൂടെ വേണം. അങ്ങാനും നമുക്ക് ആ ധൃതിയിൽ ഡ്രസ്സൊന്നും വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഡ്രസ്സ് ഇടാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഷോപ്പിങ്ങിന് നമ്മൾ ലാസ്റ്റ് 2 ഡേയ്സാ വെച്ചിരിക്കുന്നത് അല്ലേ? അതെന്താ അങ്ങനെ വെച്ച് ഷോപ്പിങ്ങിന് ലാസ്റ്റ് 2 ഡേയ്സ് കയ്യിലെത്ര എന്താണ് കൊണ്ടായ ബാറ്റ് എത്ര ബാക്കിയുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം മതിയല്ലോ. കൊണ്ടായ ബാട്ട് ബാറ്റ് എത്ര ബാക്കി? യെസ്, അതോട് ഷോപ്പിംഗ് ലാസ്റ്റ് 2 ഡേയ്സ് അല്ലേ. ഫോറക്സ് കാർഡിൽ എത്ര ബാക്കിയുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം അതാണ് ഏറ്റവും ലാസ്റ്റ് വെച്ചില്ലെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ പിന്നെ ഒന്നും സ്ഥലം കാണാൻ പറ്റില്ല എന്നല്ലേ. അതൊരു നല്ല സ്ട്രാറ്റജിയാണ് ഷോപ്പിംഗ്. അതിൽ 2 ഗുണങ്ങളുണ്ട്. ഫസ്റ്റ് ഗുണം ലിമിറ്റ് ചെയ്യുന്നു. നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്കത് അതൊക്കെ അവിടെ പറയാം. അത് എന്റെ മകളാണ്. നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച് എന്താണ് നമ്മൾ ബഡ്ജറ്റ് പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അതല്ല നമ്മൾ ആദ്യത്തെ കുറെ ദിവസങ്ങൾ നമ്മളെ ബഡ്ജറ്റൊക്കെ നമ്മൾ കറക്റ്റ് പ്ലാൻ ചെയ്ത് വെച്ചാൽ ലാസ്റ്റ് ദിവസം കുറെ പൈസ ബാക്കി ഉണ്ടായി വിചാരിച്ചോ അടിച്ച് പൊളിക്കാലോ ഷോപ്പിംഗ്. അല്ല രംഷേട്ട എപ്പോഴും ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോ ഭയങ്കര എല്ലാം പ്ലാൻ ചെയ്ത് ആ ഒരു പ്രിന്റ് അടക്കം ഉണ്ടാക്കി വെച്ചിട്ടാണ് നമ്മൾ പോവാ അല്ലെ. അത് എന്ത് ലൈഫിൽ എന്ത് കാര്യത്തിനും നമുക്കൊരു പ്ലാനും ബഡ്ജറ്റും വേണം. അത് പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. അതെ, പൈസ കുറെ ഉണ്ട് ബഡ്ജറ്റിന്റെ ആവശ്യമില്ല എന്ത് അങ്ങനെ പറ്റില്ല. പൈസ ഉണ്ടെങ്കിലും വേണം, പൈസ ഇല്ലെങ്കിൽ ഓഫ് കോഴ്സ് ഞാനൊന്ന് ഇരിക്കട്ടെ ഒരു പകുതി ഇരുത്തത്തിലായിരുന്നു. അപ്പൊ അത് വളരെ അത്യാവശ്യമാണ് നമ്മൾ ഏത് ട്രിപ്പ് പോകുമ്പോൾ. അപ്പൊ ആ ട്രിപ്പിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ പോകണം. കാരണം ഓരോരുത്തരുടെ ബഡ്ജറ്റ് ഓരോന്നായിരിക്കും. ഓരോരുത്തരുടെ ബഡ്ജറ്റ് ഓരോരുത്തരുടെ റിക്വയർമെന്റ് ഡിഫറെന്റ് ആവും. പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും പോകുന്നതാണ്, നമുക്ക് അതിൽ പിശുക്കിയിട്ടോ അല്ലെങ്കിൽ വല്ലാതെ ബുദ്ധിമുട്ടിയിട്ടോ നമ്മളൊരു ട്രിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എപ്പോഴെങ്കിലും പോകുന്നതാണ്. അപ്പൊ അതിൻ്റെതായ രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്യും കൂടി വേണ്ടേ. അപ്പൊ ബഡ്ജറ്റ് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ആ ഒരു രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യണം വെച്ചാൽ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ട്രിപ്പുകളൊക്കെ രംഷേട്ടന്റെ ഈ ബഡ്ജറ്റ് പരിപാടിയിലാണ് നമുക്ക് പോവാൻ പറ്റിയത്. ഞാന് പിന്നെ നിനക്ക് എന്തെങ്കിലും ബൈ ചാൻസ് ഷോപ്പിംഗിൽ ഞാൻ ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും അങ്ങോട്ട് തന്നെയാണ് പോണത്. നമ്മള് പോയി വന്ന ഒരാഴ്ച കഴിയുമ്പോ തിരിച്ച് രംഷേട്ടന്റെ ഇപ്രാവശ്യത്തെ എന്തോ മീറ്റ് തായ്ലൻഡിൽ വെച്ചിട്ടാണ് ബാങ്കോക്കിലേക്കാ പോണത്. അപ്പൊ എന്നോട് പറയാം നമുക്ക് വേറെ എവിടെയെങ്കിലും പോയാൽ മതി. അങ്ങനെ നോക്കണെങ്കിൽ ഞങ്ങൾക്ക് ഒരു സ്ഥലം കാണാൻ പറ്റില്ല. രംഷേട്ടൻ ഓഫീസിന്റെ ആവശ്യങ്ങൾക്ക് പോകുന്ന സ്ഥലങ്ങൾ നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു സ്ഥലം കാണാൻ പറ്റില്ല. അത് പക്ഷെ അറിയണ്ടായിരുന്നില്ല ഇത് ബുക്ക് ചെയ്തതിന് ശേഷമാണ്. നമ്മൾ ഇതിനെല്ലാം എടുപിടി എന്നാണല്ലോ നമ്മുടെ പ്ലാനിങ് എല്ലാം. രാവിലെ മുതൽ തുടങ്ങിയതാണ്. അത് പാസ്പോർട്ട് ഇല്ല, ഇന്ത്യ പാസ്പോർട്ട് പാസ്പോർട്ട് എക്സ്പയർ ആയില്ലല്ലോ. നീ വരുന്നില്ലേ എന്നിട്ട് വലിക്കാൻ ഒറ്റയ്ക്ക് നല്ലണമെന്ന് അറിയില്ലേ എന്റെ ഈ വക കാര്യങ്ങളൊക്കെ. അതിനെന്തിനാ ഞാൻ അറിയണേ? രംഷേട്ട ഉള്ളപ്പോ പിന്നെ എനിക്കിതൊന്നും അറിയേണ്ട ആവശ്യമില്ല. എനിക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് മാത്രമേ ഇപ്പൊ നോക്കുന്നുള്ളൂ. ഈ ട്രാവൽ പ്ലാനിങ് മൊത്തം രംഷേട്ടനാണ് എക്സ്പേർട്ട്. പക്ഷെ ഡ്രസ്സ് വാങ്ങൽ, ഇതൊക്കെ ചെയ്യൽ, എന്തൊക്കെ കൊണ്ടുപോകണം പ്ലാൻ ചെയ്യൽ, അതൊക്കെ ഞാനാണ്. യെസ്, A to Z. ഇതാ എൻ്റെ മകളുടെ പെട്ടി. ഇത് ഞാനിനി ഒന്നും കൂടെ നോക്കേണ്ടി വരും. ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യം ഞാനാണ് വെക്കാറ്. ഇപ്രാവശ്യം എന്നോട് പറഞ്ഞു അമ്മ വെക്കണ്ട, ഞാൻ വെച്ചോളാന്ന്. കുത്തി നിറച്ച് വെച്ചിരിക്കണം. റീവർക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ മിക്കവാറും എയർപോർട്ടിൽ നിന്ന് നമ്മളടുത്ത് പുറത്തേക്ക് ഇടും. രംഷേട്ട എത്രയുള്ള ഡ്രസ്സ്? സിമ്പിളാ പറഞ്ഞിട്ട് കാര്യമില്ല. 8 ദിവസം ഇടണം. അതില് 3 ദിവസം 2 വെച്ചിടണം. പിന്നെ രാത്രി ഇടില്ലേ? അതിനാരായിട്ടത് ഐലൻഡ് പോടെ ബീച്ചേ ഇഷ്ടമല്ലാത്തൊരു മനുഷ്യനാണ് അറിയില്ലേ. തീരെ ബീച്ച് പേഴ്സൺ അല്ല കേട്ടോ, ഒട്ടും ബീച്ച് പേഴ്സൺ അല്ല. ബീച്ചില് വെള്ളം പോലും തല്ല. അതെ, നിങ്ങൾ ബീച്ചിൽ പോയിക്കോ, ഞാൻ ചെരുപ്പിട്ടിട്ട് പുറത്ത് നിൽക്കാൻ പറയുന്ന ആളെ ഞാൻ മുക്കി കൊല്ലിക്കാൻ അവിടെ വന്നിട്ട്. ഡ്രസ്സ് നനയണതൊന്നും ഇഷ്ടമല്ല. ഒരു പ്രത്യേക ഒരു ജീവിതം അല്ലേ. എനിക്കാണെങ്കിൽ കടൽ കേട്ട അപ്പ ചാടിച്ചാവുന്നത് അത്ര ഇഷ്ടമാണ്. അപ്പൊ എത്രയോ പ്രാവശ്യം ഞാൻ പിടിച്ചു കൊടുത്താണ് കടലിൽ. സുരേഷേട്ടാ അതുകൊണ്ട് ഇന്നായിട്ട് ബീച്ചിൽ പോകാനും പേടിയാ. ഒരു ബോധമില്ലാതെ ഞാൻ ഓടും.
അപ്പോൾ മൗണ്ടൻ പേഴ്സൺ ആണ്. എനിക്കാണെങ്കിൽ മൗണ്ടൻ കണ്ട പ്രാന്തളകും ഇഷ്ടമല്ല. നാച്ചുറൊക്കെ ഇഷ്ടം, പക്ഷെ ബീച്ചും എനിക്ക് ഇഷ്ടമാണ്, എൻജോയ്. പക്ഷെ എന്താ ചെയ്യാ, അതിലേക്ക് ചാടി വീണ് വെള്ളത്തിൽ ഇഷ്ടമല്ല, തിരിച്ചു വരാ, അതൊന്നും ഇഷ്ടമല്ല. നോക്കാം. ഈശ്വര, എന്താ ഇവിടെ, ഇതിനൊരു അവസാനല്ലേ? അതെ, പക്ഷെ ഇതിനൊരു അവസാനല്ലേ? അതെ, ദൈവമേ രംശ വരാണ്ട് ഡ്രൈയറിന് ഡ്രൈ. നമ്മളൊരു 8 days കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിങ്ങോട്ട് വരും കേട്ടോ. നമ്മളിവിടെ സ്ഥിരതാമസം ആ ഒരൊറ്റ കാര്യത്തില് പെണ്ണുകളുടെ സ്വഭാവം എന്ന് പറയില്ലേ, എത്ര വാങ്ങിയാലും എനിക്ക് ഒന്നുമില്ല എന്നുള്ളൊരു തോന്നല. എല്ലാവരും എടുത്തോളൂ, ഒന്നും എനിക്ക് വെക്കണം കേട്ടോ. ഓരോരോ ഡ്രസ്സുകളായി തപ്പി തപ്പി നോക്കുകയാണ്. ഇത് ഞാൻ മുന്നേ ഗീതൊക്കെ വന്ന സമയത്ത് ഞങ്ങൾ കൊളാബ കോസ്വേയിൽ പോയല്ലോ, ആ സമയത്ത് വാങ്ങിച്ചൊരു ഡ്രസ്സായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ്. 300 രൂപയ്ക്ക് കിട്ടിയ ഡ്രസ്സാട്ടോ. നല്ല ഭംഗിയില്ലേ? ആക്ച്വലി ഫുൾ കൈയൊന്നും ഇടാൻ പറ്റില്ല, സമ്മറാണ്, നല്ല ചൂടാണ്, അങ്ങനത്തെ ഡ്രസ്സൊക്കെയാണ് പറഞ്ഞത്. എന്നാലും ഞാൻ എടുത്തു വെക്കുകയാണ് ഒരു രസത്തിന്, എങ്ങാനും എക്സ്ട്രാ ഡ്രസ്സ് വന്നാലോ വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് ഉപകാരമായി, ഇത് വരെ ഇട്ടിട്ടില്ല. അപ്പം ഞാൻ എവിടേക്കെങ്കിലും അങ്ങനത്തെ സ്ഥലത്ത് പോകുമ്പോൾ ഇടാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും എടുത്ത് വെക്കുകയാണ്. പിന്നെ ഗീതു തായ്ലൻഡ് പോയിട്ടുണ്ടായിരുന്നു മുന്നേ. അപ്പോൾ അവൾ പോയി വരുമ്പോൾ എനിക്ക് കൊണ്ടുവന്ന 2 തായ്ലൻഡ് ഡ്രസ്സുകളാണ് കേട്ടോ. അത് ഒന്ന് ഇതൊക്കെ ബീച്ച് ടൈപ്പ് ഡ്രസ്സും കാരണം അവിടെയൊക്കെ പോകുമ്പോൾ തന്നെ ഇടാൻ പറ്റുള്ളൂ. അപ്പം ഞാനിതാകെ ഒരു പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ, പിന്നെ ഞാൻ ഇട്ടിട്ടില്ല. അപ്പം ഞാൻ ആലോചിച്ചു എടുത്തു വെക്കാം. അവിടെ ചെന്ന് ഈ പറഞ്ഞ പോലെ ആദ്യത്തെ കുറച്ച് ദിവസം ഷോപ്പിങ്ങിന് സമയം കിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് ബീച്ചിലൊക്കെ പോകണമെങ്കിൽ എക്സ്ട്രാ ഒക്കെ വേണമെങ്കിൽ ബുദ്ധിമുട്ടാവല്ലേ. അപ്പം ഞാൻ ഈ 2 ഡ്രസ്സ് ഞാൻ എന്തായാലും എടുത്ത് വെക്കാം. തായ്ലൻഡിൽ നിന്ന് ഇത് വാങ്ങിക്കൊണ്ടുവന്ന് അതേ ഡ്രസ്സ് എടുത്തിട്ട് നമുക്ക് തായ്ലൻഡിലേക്ക് പോകാം. സോ 3 ഡ്രസ്സ് എക്സ്ട്രാ ഡ്രസ്സുകൾ കുറേ വേണം എന്നുള്ളതാണ് ബീച്ചിലായ കാരണം. ഇനിയിപ്പോൾ ഏതാണെന്ന് നോക്കട്ടെ ഞാൻ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോൾ സമയം 6:45. പൂരയുടെ പടി കഴിഞ്ഞ് നിന്നിട്ടും എന്ന് പറയാം. അവിടെ കച്ചറായി. ഏറ്റവും രസം ഇപ്പം നല്ല രസക്കാരം. ഇതൊക്കെ അങ്ങനെ ഇട്ട് പോലോ വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ല വൃത്തികളെല്ലാം ആലോചിക്കുമ്പോൾ ഏറ്റവും രസം എന്താ അറിയോ, ബാഗ് തുറന്നപ്പോൾ ബാഗിൽ നിന്ന് കാണാതെ കുറെ സാധനങ്ങൾ. ഒരു ട്രിപ്പ് പോകുമ്പോഴാണ് അടുത്ത ട്രിപ്പിന് മുന്നത്തെ ട്രിപ്പിന്റെ ഒക്കെ കിട്ടുക. നമ്മള് വരുമ്പോഴേക്കും അങ്ങനെ ആയിട്ടല്ലേ നമ്മൾ വരിക. അപ്പൊ നമ്മള് പകുതിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ടയർഡ്. ഇന്നിപ്പോ ഞാൻ നോക്കിയപ്പോ കാണാതായതുമുണ്ടായിരുന്ന കമ്മലുകളായിരുന്നു. എല്ലാം കിട്ടിപ്പോയല്ലോ എന്ന് ആലോചിച്ചത്. ഇന്നൊരു പഴമൊക്കെ ഇരിക്കണം ഇവിടെ. ഇന്ന് മിക്കവാറും പഴമായിരിക്കുമോ, ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കണ്ടോ, ബാഗ് ഒക്കെ റെഡിയായി. നമ്മള് ഷൂസും കാര്യങ്ങളും. ഇതൊരു അടിപൊളി സാധനമല്ലേ, ഇത് നല്ലതാട്ടോ. നമ്മുടെ അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് വെക്കാൻ പറ്റി. പിന്നെ ഇതിൽ ഷൂസ് ഇങ്ങനെ നല്ലതാട്ടോ. ഇത് സംഭവം അടിപൊളിയാണ്. ഒരാളൊക്കെ ആണെങ്കിൽ നല്ല കുറേ വെക്കാം, പക്ഷെ ഒരാൾക്ക് തന്നെയാണ് മെയിനായിട്ട് പറ്റുള്ളൂ. പക്ഷെ അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ ഞാൻ ഓരോരുത്തരെയും സെപ്പറേറ്റ് ആയി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് മേക്കപ്പിന്റെ സാധനങ്ങൾ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഈ ഒരു പെട്ടി പാക്ക്. എത്ര പെട്ടിയുണ്ട്? 1 2 3 4 4 പെട്ടി. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇതിനെ പകുതിയുള്ളൂ അല്ലേ നമുക്ക് കൊണ്ടുപോകുന്നതിൻ്റെ. വളരെ കുറച്ചാണ് നമ്മൾ ഉള്ളൂ ഡ്രസ്സ്. എന്നിട്ട് തന്നെ എനിക്കൊരു ടെൻഷൻ, ഡ്രസ്സ് കൂടുതലാണോ എന്നുള്ളത്. അപ്പോൾ വിചാരിച്ചു വേണ്ട, സമാധാനമായിട്ട് പോകാൻ. കാരണം അവിടുന്ന് ഷോപ്പിംഗ് ചെയ്താലും ഇഷ്ടംപോലെ തിരിച്ചു കൊണ്ടുവരാം, അത്രേ ഉള്ളൂ അല്ലേ. അല്ല എന്താ പറയുക, ഇന്റേണൽ ഫ്ലൈറ്റിന് ഇത് കുറവാണ്. ഇടയിലുള്ള ഫ്ലൈറ്റ് ഉണ്ട്. ഇവിടുന്ന് പോകാനും വരാനുള്ള ഫ്ലൈറ്റിന് ലഗേജ് ഉണ്ടെന്നുണ്ടെങ്കിലും 3 പേർക്കും കൂടെ കൊണ്ടുപോകാം. പ്ലസ് 7 കിലോ ഹാൻഡ് ബാഗേജും ഉണ്ട്. പക്ഷെ ഇതിന്റെ ഇടയിൽ നമ്മൾ ഒരു ഫ്ലൈറ്റ് എടുക്കുന്നുണ്ട് തായ്ലൻഡിൽ നിന്ന്. അപ്പോൾ അതിന് 15 കിലോ ഒരാൾക്ക്. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു പെട്ടി നോക്കിയപ്പോൾ ആകെ ഒരു പെട്ടി 13 കിലോ ഉള്ളൂ. ഡ്രസ്സിന് അധികം ഇത് വരില്ലല്ലോ. സാധാരണ നമുക്ക് വെയിറ്റ് കൂടെ ഈ കമ്മല്, മാല, ഓർണമെന്റ്സ് ഒക്കെ ഞാൻ പറയാമല്ലോ, ട്രാവലിങ്ങിന് നമ്മൾ അത്രയൊന്നും അങ്ങനത്തെ ഒന്നും കൊണ്ടുപോകാറില്ല. അതൊരു പെട്ടിയിലേ ഉള്ളൂ. അപ്പൊ കുഴപ്പമുണ്ടാവില്ല അല്ലേ. അല്ലെ നമ്മൾ കുറച്ച് സ്ഥലം ഒഴിച്ചു വിട്ടത് അവിടെ പോയിട്ട് ഇനി ഒരു കേറി മേലുണ്ടാവില്ലേ സ്വപ്നന്റെ ഭാഗം. മിത്തു ഞങ്ങൾ രണ്ടുപേരും കാലില് ഇങ്ങനെ തന്നിടാന്ന് വിചാരിച്ചു. ഇത് നമ്മൾ എവിടുന്നാ മിത്തു വാങ്ങിയത്? മിസ്റ്റർ DIY 99 രൂപയ്ക്ക് 3 അല്ലേ? അങ്ങനെ എന്തോ ഉള്ള ഒരു കാലിൽ ആംഗ്ലറ്റ്സ് ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊരു ബീച്ച് വൈബ് അല്ലേ. അപ്പോൾ 3 210. മിത്തു ഇട്ടിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. മിത്തിന്റെ ഗോൾഡനാ മിത്തു ഇട്ടത്. ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ കറുത്ത ചരട് മതി എന്ന് പറഞ്ഞിട്ട്. അയ്യോ പക്ഷെ ഇത് എങ്ങനെ ഇടുക? ഓക്കെ. ഇതെന്താ അറിയോ, ഇത് രംശേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് തായ്ലൻഡിൽ. അപ്പോൾ പണ്ടത്തെ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്ന ഫ്രണ്ടാണ്. ഫ്രണ്ടിനെ നമ്മൾ കാണുമെന്നൊന്നും അറിയില്ല. ആള് 9th month പ്രഗ്നൻ്റ് ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല. പക്ഷെ എങ്ങാനും കാണാൻ പറ്റിയല്ലോ വിചാരിച്ചിട്ട് നമ്മളൊരു കുട്ടി ഗിഫ്റ്റ് വാങ്ങിയതാണ്. ഇനി നമുക്ക് കുറച്ചും കൂടെ ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങണം. അതിന് താഴെ പോകണം. കാരണം
പ്രഗ്നന്റ് അല്ല. അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ച് ഫുഡ് ഐറ്റംസ് ക്രേവിങ്സ് ഒക്കെ ഉണ്ടാവും. ഇവിടുത്തെ ഫുഡ് ഇഷ്ടമാവുമെന്ന് അറിയില്ല, പക്ഷെ നംക്യൂൻസ് ഒക്കെ ഇഷ്ടാവില്ലേ, ചിപ്സ് പോലത്തെ ഒക്കെ. അപ്പൊ അത് വാങ്ങണം. അതിനുള്ള കാരണം എന്താ വെച്ചാൽ ഈ ഫ്രണ്ടിന് എനിക്ക് നന്നായിട്ട് അറിയാം. കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് എനിക്ക് തായ്ലൻഡിൽ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വരുമ്പോൾ എനിക്ക് കുറേ കമ്മൽ കൊണ്ടുവരും. കമ്മല്, അതേപോലെ ഈ കമ്മൽ ഇട്ട് വെക്കാനുള്ള സ്റ്റാൻഡ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടാവും മുന്നത്തെ വ്ളോഗിൽ. ഒരു തലയൊക്കെ തൊപ്പിയൊക്കെ ആയിട്ട് ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ ഞാൻ 16 വർഷം അല്ലേ, 16 വർഷമായിട്ട് ഞാൻ സൂക്ഷിച്ച് വെക്കുന്ന കമ്മലും അതുപോലെ ആ ഒരു സാധനമാണ്. ഇപ്പം അത് മിത്തും എടുത്തു. അമ്മ നല്ല ഭംഗിയുണ്ട്, എനിക്ക് തരുമോ ഈ കമ്മലിട്ടേക്കുന്ന സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എനിക്ക് എപ്പോഴും പിന്നെ ഒരു പ്രത്യേക തരം തായ്ലൻഡിലെ മിഠായി ഉണ്ട്, അത് കൊണ്ടുവന്നിരുന്നു. അങ്ങനെ കുറേ സാധനങ്ങൾ എനിക്ക് കൊണ്ടുവന്നിരുന്ന ഒരു ഫ്രണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു പോകുമ്പോൾ എന്തെങ്കിലും നമുക്ക് ഒരു നല്ല ഗിഫ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഗിഫ്റ്റ് വാങ്ങി. ബാക്കിയുള്ള ഗിഫ്റ്റുകളൊക്കെ കാണാൻ പറ്റുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അധികം കുറേ വാങ്ങാത്തത്. അല്ലെങ്കിൽ എന്തായാലും വാങ്ങിയിട്ട് തിരിച്ചു കൊണ്ടുവരണ്ട. അപ്പോൾ കാണാൻ പറ്റുവെച്ചാൽ എന്തായാലും നമ്മൾ അവർക്ക് ട്രാവൽ ചെയ്യാനേ 9th month ആണ് ബുദ്ധിമുട്ട്. പിന്നെ നമ്മൾ അവരുടെ സ്ഥലത്തേക്ക് പോവോ എന്നുള്ള കുറച്ച് ദൂരെയാണ്, കട്ടുകെട്ട് പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് അവരൊരു ഡിന്നർ കാണാന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പറയാൻ പറ്റില്ല. നല്ല ഭംഗിയായിരുന്നു അന്നൊക്കെ കാണാൻ, നല്ല സുന്ദരിയായിരുന്നു കേട്ടോ. പിന്നെ തായ്ലൻഡിൽ ഒരു കാര്യം കൂടി ഉണ്ട്. ഈ ഫ്രണ്ട് വഴി രമേശേട്ടന് വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അല്ല, ആ ഫ്രണ്ടാണ് എന്റെ ആദ്യത്തെ ഫ്രണ്ട്. ഞാനത് ആലോചിക്കണം. പക്ഷെ എന്താ വെച്ചാൽ നമ്മളെ പേരെന്ന് എനിക്കറിയില്ല. എന്തായാലും മൂപ്പര് കാരണം ടോണീജ എന്ന് പറഞ്ഞ ഒരാളുണ്ട് അല്ലേ പേര്. കല്യാണം കഴിഞ്ഞ് വന്ന് ആദ്യത്തെ 3 വർഷം എന്നെ കാണിച്ച സിനിമ ആരറിയോ? ടോണീജ. ആരാണ്? ബ്രൂസ്ലി അല്ല, ജാക്കി ജാന്റെ ആരോ ആയിട്ട്. അല്ല, ജാക്കി ജാന്റെ പോലത്തെ അടിയിടി പടം. ആക്ഷൻ ഫിലിം ഹീറോ. കല്യാണം എല്ലാ 1-2 10-25 കാസറ്റ്. അന്ന് അവനിക്ക് അവിടുന്ന് DVD അവൻ ട്രാവൽ ചെയ്യുമ്പോ കൊടുത്തേക്കും ആരെടുത്തെങ്കിൽ. എന്നിട്ട് ഞാൻ എന്റെ ദൈവമേ, ഞാൻ എന്നിട്ട് എന്നും രക്ഷയോട് ആരടാ അവരെ തായ്ലൻഡ് പോയി അടിക്കുന്നു പറയും. കാരണം 25-30 CD ഒക്കെയാണ് കൊടുത്തേക്കുക. എന്നിട്ട് ഈ 30 CD ഇരുന്ന് ഞാനും കാണും, രമേശേട്ടനും കാണും. പക്ഷെ കുറേയൊക്കെ കഴിഞ്ഞപ്പോ എനിക്ക് മൂപ്പര് ഇഷ്ടമായി തുടങ്ങി ടോണിജാനെ. ഇന്റർനാഷണൽ മാർക്കറ്റുള്ള സ്റ്റാർ ആണ് ടോണിജ. അത്ര മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല. നമ്മൾ കണ്ടത് അയാളുടെ ഫസ്റ്റ് മൂവി ആയിരുന്നു. അന്ന് അയാളുടെ തായ്ലൻഡിൽ ഫസ്റ്റ് മൂവി ചെയ്ത് ബോങ് ബാങ്ക് ഒക്കെ ചെയ്തപ്പോ 2-3 മൂവി. ഫ്രണ്ട് പറഞ്ഞോടത്ത് ജാക്കി ജാനെ നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കറിയാം, മലയാളികൾക്ക് അറിയാത്ത ജാക്കി ജാനില്ല. അപ്പൊ പറഞ്ഞു ജാക്കി ജാൻ ഇങ്ങനെ ഒരാളും കൂടി ഉണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ ലോക്കൽ ലാംഗ്വേജിലുള്ള കഥല്ലേ എന്ന് വിചാരിച്ചിട്ട് അത് എന്നെ കാണിച്ച രമേശേട്ടൻ ഭയങ്കര ക്രേസ്. എന്തോ ഭാഗ്യം, ഇപ്പൊ വല്ലാത്ത പ്രാന്തില്ല. പണ്ട് ഒരു പ്രാന്തായിരുന്നു. ഞാനാണെങ്കിൽ സിലിണ്ടർ, ഒരു കാതൽ, മറ്റേ സിനിമയൊക്കെ എടുത്ത് വരുമ്പോൾ രമേശേട്ടൻ ടോണിജയുടെ കാണാ ടോണിജ. അങ്ങനെ ഞാൻ ഒരിക്കലും തായ്ലൻഡ് ടോണിജിങ് മറക്കില്ല. എന്റെ ലൈഫിൽ വെറുത്തു പോയൊരു സ്ഥലമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മള് നാട്ടിൽ പോയപ്പോ വളാഞ്ചേരി തിയേറ്ററിൽ ടോണിജയുടെ ഒരു പടം കളിക്കുന്ന ഓർമ്മയില്ല. നീ പറഞ്ഞല്ലോ നമ്മുടെ ശരിക്കും ഓർമ്മയില്ല. 16 വർഷം ഭയങ്കര ഫേമസ് ആ ടോണിജാറിന. പിന്നെന്താ, ഓ വലിയ സ്റ്റാർ. അപ്പൊ എന്തായാലും ഞാൻ കുറെ പ്രാഗുണ്ട് മൂപ്പരെ. ഒരു നല്ല വീക്കെൻഡ് കൊണ്ടേ കാണാം മൂപ്പരെ സിനിമ കണ്ടിട്ട് ഉറക്കം വന്നിട്ട് എന്നാലും ഇത് കാണും. അങ്ങനെ അങ്ങനെ അത് കണ്ടാലാണ് ഞാൻ പറയുന്നത് സിലിണ്ടർ ഒരു കാതലൊക്കെ രമേശയുടെ തമിഴ് സിനിമ അങ്ങനെ കാണില്ല. ഞാനാണെങ്കിൽ തമിഴ് പ്രാന്തിയ. അപ്പൊ ഞാൻ കാരണമാണ് രമേശയുടെ ആ സിനിമയും. പിന്നെ ഏതാണ് ജെസ്സി പിന്നെ താണ്ടി വരുക ഏതോ, എനിക്ക് ഓർമ്മ കിട്ടില്ല സിനിമയുടെ പേര്. അങ്ങനെ വാരണമായിരം കുറെ സിനിമ കണ്ടിട്ട് രമേശേട്ടന് ഭയങ്കര ഫാനായി. അത് വേറെ കാര്യം. അന്നൊരു ടോണിജ 2 ടോണിജ കണ്ടാലും ഒരു തമിഴ് സിനിമ കാണാന്നായിരുന്നു. അങ്ങനെ ഗതികെട്ട് അത് കണ്ടിരുന്നു. അപ്പോ അവിടെ പോകുമ്പോ നമുക്ക് മുപ്പര പോസ്റ്റർ ഒക്കെ ഉണ്ടാവും ചിലപ്പോ. അതെ, ഒരു ഫോട്ടോ എടുക്കാം രമേശേട്ടന്റെ കൂടെ. അപ്പൊ ആ ഫ്രണ്ടിനെ കാണാൻ പറ്റുമോ? കണക്ട് ചെയ്തിട്ടില്ല, കാരണം നമുക്ക് സമയമില്ല. അപ്പൊ 16 വർഷം മുന്നത്തെ ബന്ധാണ് നമ്മുടെ തായ്ലൻഡുമായിട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ എന്തായാലും ഇതൊന്ന് ജസ്റ്റ് കാണിച്ചു. പക്ഷെ ഇത് കൊടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ മിത്തുവിനൊന്ന് കാണിക്കാം പപ്പടെ ഫ്രണ്ടിനെ. കാരണം മിത്തുവിനൊന്ന് ചിലപ്പോ കഥ പോലും അറിയണ്ടാവും അറിയില്ല. ആളിവിടുന്ന് പോയി അല്ലേ. അപ്പൊ ഇതൊക്കെയാണ് കഥകൾ. സോ ഓൾമോസ്റ്റ് പാക്കിങ് കഴിഞ്ഞു. വലിയൊരു സമാധാനം. അവിടെ താഴെ നമുക്ക് ദഹനുണ്ട്. അവിടെ ഭയങ്കര ആളൊക്കെ കൂടി എന്താ വരുന്നില്ല എന്നൊക്കെ വെച്ചിട്ട് ഫുൾ പരിപാടി. ഞാൻ പറഞ്ഞു എന്നോട് ചോദിച്ചു നാളെ എന്താ പ്രോഗ്രാം, എപ്പോഴാ പ്രോഗ്രാം? ഞാൻ പറഞ്ഞു അറിയില്ല, ഞങ്ങൾ ഇന്ന് രാത്രി പോകുമ്പോ ഒരു പിടുത്തമില്ല. നാളെ മറ്റേ കളർ എറിയണ സംഭവങ്ങളൊക്കെ. നമ്മൾ ഈ കോംപ്ലക്സിൽ ഫസ്റ്റ് ഹോളിയാണ്. അതാണ് എല്ലാവരും ഭയങ്കര ഇതായിട്ട് ഹോളി പറഞ്ഞ ഒരു ഭയങ്കര രസമല്ലേ. അതും ആ പാട്ട് അതൊക്കെ. തൽക്കാലം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചാലോ? ഇനി നമ്മൾ പോകുന്നതും വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അന്ന് രാത്രി ഫ്ലൈറ്റ് മിസ്സാവും. ശരിക്കും ഫ്ലൈറ്റ് മിസ്സാകാർക്ക് 2-3 വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട്. എന്തൊരു അഹങ്കാരല്ലേ രക്ഷേട്ട, നിന്നെ കിട്ടല്ലോ. ഞാൻ എന്റെ ജോലികൾ എപ്പോഴോ കഴിച്ചു 37 ഇപ്പൊ ഇരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് രാത്രി 7 മണിയിലായിട്ടുള്ളൂ. 12 മണിക്ക് പോകണ്ട, 11 മണി വരെ എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോ ഉണ്ട്. സമ്മതിച്ചു. ആ കാല് ഇത് കഴിഞ്ഞാൽ കാലും ഞാനൊന്ന് തൊട്ട്
എപ്പോൾ തുടങ്ങിയത് എനിക്ക് ഊരവേദന. എഡിറ്റ് ചെയ്തോണ്ടിരുന്നു. ഫ്ലൈറ്റ് കയറുമ്പോൾ എഡിറ്റ് ചെയ്യും. അല്ല, എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് വണ്ടി മൂവ് ചെയ്യുന്ന എന്തിലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് തല കറങ്ങും. എൻ്റെ നെയിൽസ് കണ്ടാ നല്ല രസമില്ല. അപ്പോൾ എന്നോട് എനിക്കൊരു സന്തോഷം എന്താ വെച്ചാൽ കുറേ പേരല്ല അധിക പേരും ഞാൻ ഷോർട്സ് ഇട്ടപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു എനിക്ക് ഈ ഹെയർ നല്ല ഭംഗിയുണ്ട്, എനിക്ക് നല്ല സന്തോഷമായി. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഞാൻ ഇടാം കേട്ടോ. ഇതെന്താ കാരണം വെച്ചാൽ ഇതൊരു നാച്ചുറൽ ഹെയറായി തോന്നണോണ്ടാവും. കാരണം ഇത് സ്മൂത്തനിങ് അല്ല. ഇതൊരു 4-5 വർഷം കൂടെ കഴിയുമ്പോഴേക്കും കുറച്ചും കൂടെ ഒരു നോർമൽ മുടി പോലെ ഫീൽ ചെയ്യും. അതാണൊരു പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. എനിക്ക് അതാണ് ഇഷ്ടം എന്നുള്ളതുകൊണ്ട് ഞാനിതിൽ ഈ ഒരു സംഭവം ചെയ്തത്. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. സോ ടാറ്റ, ബൈ ബൈ. എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അല്ലേ? ഒരാഴ്ച നന്നായി പോയി വരാൻ പറ്റട്ടെ.